വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് കുട്ടികളിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പഠനത്തെ ബാധിക്കുന്ന, കേൾവി മാന്ദ്യത്തെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മുഖത്തിൻ്റെ ഒരു ആകൃതിക്ക് തന്നെ കോട്ടം വരുത്തുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്നത്തെ പാരൻസിൻ്റെ വലിയൊരു കൺസേൺ ആണ് ഈ മക്കൾക്ക് ഉണ്ടാകുന്ന ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയെക്കുറിച്ച്. ഈ അഡിനോയിഡ് ഗ്രന്ഥി വളരുമ്പോൾ, അമിതമായിട്ട് വളരുമ്പോൾ നമുക്കറിയാം കുട്ടികളിൽ സ്ഥിരമായിട്ട് പനി ഉണ്ടാകുന്നു, ചുമയുണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ രോഗപ്രതിരോധ ശക്തി കുറയുന്നു, കുട്ടികളിൽ കേൾവിയെ പോലും അത് ബാധിക്കുന്നു എന്നുള്ളത്. ഇത് വലിയൊരു കൺസേൺ ആണ്. പലപ്പോഴും അമ്മമാർ വന്ന് പറയാറുള്ളത്, കുട്ടി ആ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിലിരുന്ന് കുട്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മമാർക്ക് പലപ്പോഴും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇതിന് പലപ്പോഴും പറയപ്പെടുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറി മാത്രമാണ്. എൻ്റെ ഒരു ചികിത്സയിൽ 1000-ഓളം കേസെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ ഒരു വളർച്ചയുള്ള കുട്ടികൾ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ടാവും. പലപ്പോഴും പാരൻസിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഇത്രയും ശക്തമായ ഒരു ഗ്രന്ഥിയെ ചെറുതാക്കാനായിട്ടൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളുടെ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പുള്ള എക്സ്റേയും ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്റേയും എടുത്തു നോക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ചികിത്സയുടെ മുമ്പും ശേഷവുമുള്ള കുട്ടികളുടെ എക്സ്റേകൾ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ട് 3 കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, കുട്ടികളിൽ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നട്ട്സ് പോലെ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ബദാം, അല്ലെങ്കിൽ ഏത്തപ്പഴം നെയ്യിലൊക്കെ പുഴുങ്ങി കഴിക്കുക, മുട്ട പുഴുങ്ങിയത് സ്ഥിരമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ചീസ്, വെണ്ണ, ബട്ടർ പോലെയുള്ള സാധനങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, തൈര്, ഇത്തരം സാധനങ്ങൾ കഴിക്കുന്ന കുട്ടികളിൽ ഇവർക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിയിൽ കഫം നിറഞ്ഞ് അതൊരു വലിയൊരു മുഴ പോലെ വലുതാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ കഫത്തെ കുറയ്ക്കുന്ന, തലയിൽ അഡിനോയിഡ് ഗ്രന്ഥിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കഫക്കെട്ടിനെ, ഇത്തരത്തിലുള്ള കുട്ടികളുടെ നെറ്റിയും കഴുത്തിലും ഒക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ചൂട്, കവിളിനെ അപേക്ഷിച്ച് കൂടുതൽ ചൂടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം ഇവരുടെ തലയിൽ കഫത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളിൽ കഫത്തെ കുറയ്ക്കുന്ന മരുന്നുകൾ കൊണ്ട് നമുക്ക് മാത്രം തന്നെ, കഫത്തെ കുറയ്ക്കുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ അഡിനോയിഡ് ഗ്രന്ഥി ചെറുതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എന്ന് പറയുന്നത് അലർജിയുള്ള കുട്ടികളാണ്. ഇവർക്ക് ഒന്ന്, ഇവരുടെ പാരൻസിനും പൊടിയുടെ അലർജിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അലർജിയോ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത്തെ വസ്തുത, ഇത്തരം കുട്ടികൾ അമിതമായിട്ട് ചായ, കോഫി, അത്തരത്തിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അച്ചാറ്, പപ്പടം, അല്ലെങ്കിൽ പുളിയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നവരിലാണ് അലർജി കൊണ്ട് അഡിനോയിഡ് വർദ്ധിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. ഒരിക്കൽ ഒരു പേരൻസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്ക് വരുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പാരൻസിന് നല്ല അലർജി ഉണ്ട്, കുട്ടിക്ക് നല്ല അലർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ അലർജിക്ക്, അഡിനോയിഡ് ഗ്രന്ഥിയുടെ അലർജി കുറയുന്ന രീതിയിലുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞ് വിത്തിൻ 3 ദിവസം കൊണ്ട് തന്നെ കുട്ടിയിൽ ഗണ്യമായ മാറ്റം വന്നു. അപ്പോൾ ഉടനടി അവർ വീണ്ടും പോയി എൻഡോസ്കോപ്പി ചെയ്തു. ആദ്യം എൻഡോസ്കോപ്പി ചെയ്തിരുന്നു. ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസത്തെ വ്യത്യാസം കൊണ്ട് തന്നെ അതിൽ ഗണ്യമായിട്ട് അഡിനോയിഡ് ഗ്രന്ഥി ചെറുതായതായിട്ട് എൻഡോസ്കോപ്പിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അലർജി കൊണ്ടുണ്ടാകുന്ന അഡിനോയിഡ് ഗ്രന്ഥി വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേസമയം നേരത്തെ ആദ്യം പറഞ്ഞ ഒരവസ്ഥയുണ്ട്, അതായത് കപ്പലണ്ടി പോലെയുള്ള സാധനങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചു കൊണ്ടുവരുന്ന കഫം നിറഞ്ഞുണ്ടാകുന്ന അഡിനോയിഡ് ഗ്രന്ഥി ചെറുതാക്കാൻ നമുക്ക് സമയങ്ങളെടുക്കും. പക്ഷേ ആദ്യത്തെ റിസൾട്ട് നമുക്ക് വിത്തിൻ ഒരാഴ്ചയുടെ തന്നെ കുട്ടിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷേ എക്സ്റേയിൽ ചേഞ്ചസ് വരാൻ 2-3 മാസം നമുക്ക് എടുക്കാറുണ്ട്. മൂന്നാമത്തെ തരം അഡിനോയിഡ് എന്ന് പറയുന്നത് കുട്ടികളിൽ കൃമിശല്യം കൂടുതലുള്ള കുട്ടികളാണ്. അമിതമായിട്ട് മധുരം കഴിക്കുന്ന കുട്ടികളിലെല്ലാം കൃമികൾ വർദ്ധിക്കുകയും അത് ഒരു അലർജിക് റെസ്പോൺസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളിൽ നമ്മൾ അലർജിയെ കുറയ്ക്കുക, പ്ലസ് അതിനോടൊപ്പം തന്നെ കൃമിശല്യം കുറയ്ക്കുന്ന മരുന്നുകൾ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി കുറഞ്ഞു കാണുന്നത്. വളരെ അപൂർവം കുട്ടികളിൽ അവരുടെ ത്രോട്ട് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ വളരെ റെഡിഷ് ആയിട്ട്, ഇൻഫ്ലെയിംഡ് ആയിട്ട് അവരുടെ ടോൺസിൽസും അഡിനോയിഡും ഒക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണും. അത്തരം കുട്ടികൾ അവിടുത്തെ ലോക്കലി അവരുടെ തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന മരുന്നുകൾ കൂടി നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാരണത്തെ അറിഞ്ഞുകൊണ്ട് ചികിത്സിച്ചാൽ
ഏത് ഗ്രേഡിലുള്ള, അതായത് ഇപ്പോൾ 100% ബ്ലോക്ക് അല്ലെങ്കിൽ 95% ബ്ലോക്ക് എന്ന് പറയുന്ന അഡിനോയിഡുകൾ പോലും നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്ന ഈ എക്സ്റേകൾ ഒരു പരിധിവരെ എല്ലാം 95-100% ബ്ലോക്കുള്ള അഡിനോയിഡുകളുടെ എക്സ്റേകളും അല്ലെങ്കിൽ എൻഡോസ്കോപ്പി മാത്രമാണ് നാം എടുത്തിട്ടുള്ളത്. അതെല്ലാം വിത്തിൻ ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അത് ഗണ്യമായിട്ട് അതിൻ്റെ സൈസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുതയല്ലെന്നും അത് ശരിയായിട്ടുള്ള ഭക്ഷണക്രമത്തിലൂടെയും ശരിയായിട്ടുള്ള മരുന്നുകളിലൂടെയും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.